നമ്മളൊന്ന് ആലോചിച്ചേക്ക് നമ്മുടെ ജോബ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഓഫീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ് ആണെങ്കിൽ അതൊരിക്കലും ഏതൊരു ഇൻഡസ്ട്രീസിനും അത് സ്മോൾ സ്കെയിൽ ആയിക്കോട്ടെ മീഡിയം സ്കെയിൽ ആയിക്കോട്ടെ ലാർജ് സ്കെയിൽ ആയിക്കോട്ടെ ഏതൊരു ഇൻഡസ്ട്രീസിൻ്റെയും പ്രൊമോഷൻസ് വേണ്ടി അവർക്ക് അതിൻ്റെ ലീഗൽ സൈഡ് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഫിനാൻഷ്യൽ സൈഡ് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം ഇപ്പോൾ 2021 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത്. 2021 ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്, നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IO പോസ്റ്റിനെ കുറിച്ച്, അതിൻ്റെ ജോബ് പ്രൊഫൈലിനെ കുറിച്ച്, അതിൻ്റെ പ്രൊമോഷൻസിനെ കുറിച്ച്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, നെക്സ്റ്റ് ഇയറിൽ എക്സാം എപ്പോൾ നടക്കാനാണ് സാധ്യത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. സോ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IEO എന്ന് പറയുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബാണ്. നമ്മളൊന്ന് ആലോചിച്ചേക്ക്, നമ്മുടെ ജോബ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഓഫീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബാണെങ്കിൽ അതൊരിക്കലും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ജോബായിട്ട് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. എപ്പോഴും നമ്മളൊരു ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ടുള്ള ജോബ് എന്ന് പറയുന്നത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല അല്ലേ? എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഒരുപാട് ഇൻഡസ്ട്രീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനും, ഒരുപാട് മീറ്റിങ്ങുകളിൽ ഇൻവോൾവ് ചെയ്യാനും, ചലഞ്ചിങ് ആയിട്ടുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും, ഒരുപാട് യങ് ആയിട്ടുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IEO എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് IEOയുടെ റോൾസ് എന്നുള്ളത്. ഒന്നാമതായിട്ട് ഇൻഡസ്ട്രി പ്രൊമോഷൻസ് ആൻഡ് ഫെസിലിറ്റേഷൻ ആണ്. ഏതൊരു ഇൻഡസ്ട്രീസിനും അത് സ്മോൾ സ്കെയിൽ ആയിക്കോട്ടെ മീഡിയം സ്കെയിൽ ആയിക്കോട്ടെ ലാർജ് സ്കെയിൽ ആയിക്കോട്ടെ ഏതൊരു ഇൻഡസ്ട്രീസിൻ്റെയും പ്രൊമോഷൻസ് വേണ്ടി, അത് ഗവൺമെൻറ് ഇൻഡസ്ട്രീസ് കേട്ടോ, നിങ്ങൾ ഒരുപാട് ഇൻഡസ്ട്രീസ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിൽ അറിയാവുന്നതായിരിക്കും. സോ അതിൻ്റെ പ്രൊമോഷൻസും അതിൻ്റെ ഫെസിലിറ്റേഷൻസും ആണ്. അതേപോലെ തന്നെ IEO ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഇൻഡസ്ട്രീസ് ആൻഡ് വേരിയസ് ഗവൺമെൻറ് ഏജൻസീസ്. ഒരുപാട് ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ട്. അതായത് ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ സൈഡിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ മറ്റു ഡോക്യുമെൻറ്റേഷൻസ്, അതേപോലെ തന്നെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫിനാൻസ് മാത്രമല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് എന്ത് ചെയ്യാനുണ്ടാവും, കണക്ട് ചെയ്യാനുണ്ടാവും. അതേപോലെ തന്നെ ഇൻസ്പെക്ടറേറ്റ് ഓഫ് ഇലക്ട്രിക്കലുമായിട്ട് എന്ത് ചെയ്യാനുണ്ടാവും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവും. അതേപോലെ GST ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യാനുണ്ടാവും. സോ വേരിയസ് ഇൻഡസ്ട്രീസുമായിട്ട് അവരുടെ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുക ആരാണ്, IEOs ആണ്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. അതേപോലെ തന്നെ കണ്ടക്ടിങ് സർവേസ് ആൻഡ് സ്റ്റഡീസ്, അതായത് ഇതിനെക്കുറിച്ച്, അതായത് എത്രത്തോളം ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ സൊസൈറ്റിയിൽ ഇൻഡസ്ട്രീസ് ആണല്ലോ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു സൊസൈറ്റിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഗവൺമെൻറ് സെക്ടറിലുള്ളതിനേക്കാൾ 100 ഇരട്ടി ആളുകൾക്ക് ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് ആണല്ലേ. സോ ആ ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള സർവേസ്, എത്ര ആളുകൾക്ക് ജോബ് ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവരുടെ സാലറി എത്രത്തോളം വരുന്നുണ്ട്, അവർ ജോബിൽ സാറ്റിസ്ഫൈഡ് ആണോ, അവർക്ക് പുതിയ ഇൻഡസ്ട്രീസിലേക്ക് അവർക്ക് പുതിയ എന്താ പറയുക ഒരു എൻട്രിക്ക് പോസിബിലിറ്റീസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള സർവേസും സ്റ്റഡീസും നടത്താം. അതേപോലെ പ്രൊവൈഡിങ് ടെക്നിക്കൽ ഗൈഡൻസ്. ഇപ്പോൾ ഒരാൾ നമുക്കൊരു ഇൻഡസ്ട്രിയിൽ നമുക്കൊരു എന്താ പറയുക ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്തു. പക്ഷേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. പക്ഷേ ആ ഐഡിയ ഉള്ളത് കൊണ്ട് മാത്രം നമുക്കൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വേണം. അവർക്ക് അതിൻ്റെ ലീഗൽ സൈഡ് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഫിനാൻഷ്യൽ സൈഡ് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അത് സസ്റ്റൈനബിൾ ആയിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. സോ അത്തരത്തിലുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് IEOസിൻ്റെ റോളാണ്. അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. KSIDC ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു ഇൻഡസ്ട്രീസിൽ നമുക്ക് എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. ഒരുപാട് എന്താ പറയുക സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്ന ട്രെയിനിങ് സെഷൻസുകളിലൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ടാവും. സോ അതും IEOസിൻ്റെ റോൾ തന്നെയാണ്. മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, ഇപ്പോൾ നമ്മൾ ഗൈഡൻസും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഒരു സംരംഭത്തെ കൊണ്ടുവന്നു, ഒരു എൻ്റർപ്രൈസ് നമ്മൾ കൊണ്ടുവന്നു IEOs, എന്നിട്ട് അതിനെ മോണിറ്റർ ചെയ്യണം. അതിൻ്റെ ഒരു പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, അത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ, അതിനെ പ്രോഫിറ്റബിൾ ആക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ ഒരു ഇവാലുവേഷനിൽ പോസിബിൾ ആണ്. ദെൻ പ്രൊമോഷൻസ് ഓഫ് MSMEs, അത് മീഡിയം സ്മോൾ സ്കെയിൽ അതേപോലെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രൊമോഷൻസ് വരുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ഫെസിലിറ്റേഷൻ ഇവൻറ്റ്, അതായത് ഈ ഇൻഡസ്ട്രീസിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചില സമയങ്ങളൊക്കെ കാണാറുണ്ട് ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റുകളൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തൊരു സബ്മിറ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു.
സോ അത്തരം സബ്മിറ്റുകളിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ ഫണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ അത്തരം ഇവൻറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് ഇയർലി എന്തായാലും 1-2 ഇവൻറ്റ്സുകളൊക്കെ അത്തരത്തിൽ നടത്താനുണ്ടാവും. സോ ഒന്ന് ആലോചിച്ചൊക്കെ ഈ ജോബ് റോൾ എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം ഓഫീസിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഒരിക്കലുമല്ല. ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പുതിയ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കാൻ, പുതിയ ഇംപ്ലിമെൻറ്റേഷൻസ്, പുതിയ മെത്തേഡ്സുകൾ പഠിക്കാൻ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. സോ ഇത്തരത്തിൽ വളരെ ത്രില്ലിങ് ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റിയ ഒരു ജോബാണ് IEO. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ്, ഇതുപോലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ്, അത് കുറേ പോസ്റ്റൊക്കെ ഉണ്ടാവുമോ അല്ലെങ്കിൽ 1-2 പോസ്റ്റ് ആണോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന എക്സാമിന് ആകെ 2 പോസ്റ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിലുള്ളത്. സോ അതുപോലെ കുറഞ്ഞ വേക്കൻസി ഉള്ള പോസ്റ്റ് ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, ഇതൊരിക്കലും ഒരു കുറഞ്ഞ പോസ്റ്റുള്ള ഒരു എക്സാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം ഇപ്പോൾ 2021 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത്. 2021 ഏതാണ് ഡിസംബർ 8 എന്ത് ചെയ്തിട്ടുള്ളത്, റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. നിലവിൽ 57 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. നിലവിൽ 57 അഡ്വൈസുകൾ ഈ IEOയിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നിലവിൽ ഇപ്പോൾ പോയിട്ടുള്ള ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് ഡിസംബറിലാണ്. ഡിസംബർ 2023 ലാസ്റ്റ് പോയിട്ടുള്ളത്. ഇനിയും പോകാനുണ്ട്. 3 വർഷമാണല്ലോ, 2021, 2022, 2023. സോ ആ 3 വർഷം കൊണ്ട്, അതായത് ഡിസംബറോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, 21, 22, 23 ഡിസംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 2024 ആയിരിക്കും കേട്ടോ, ഇതിപ്പോൾ 2021 അല്ലേ, 2021 മുതൽ 22 വരെ, 22 മുതൽ 23, 23, 24 വരെ. സോ 2024 ഡിസംബറിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നുണ്ടാവുക. ഇപ്പോൾ 57 ആണുള്ളത്, വീണ്ടും അത് കൂടാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും എന്താണ് ലാസ്റ്റ് വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇതിൽ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു എക്സാം അല്ല, ഇത് അത്യാവശ്യം ഒരു 70, 80 അല്ലെങ്കിൽ ഒരു 100 വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു എക്സാമിനേഷനാണ് IEO എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ നല്ല സാധ്യതയുള്ള, നല്ല വേക്കൻസീസ് ഉള്ള ഒരു എക്സാം തന്നെയാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു ജോബ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു അവസരം തന്നെയാണ്. ഇനി നമുക്ക് ഈ ജോബിൻ്റെ പ്രൊമോഷൻ സാധ്യതകളുടെ ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊമോഷൻ അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ ഓഫീസർ ആവും, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവും, ഡെപ്യൂട്ടി ഡയറക്ടർ ആവും, ജോയിൻറ്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ. ഇതൊക്കെ എന്താണ്, അതിൻ്റെ പ്രൊമോഷൻസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് ഒരു 60,000 ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല സാലറിയിൽ നല്ലൊരു ജോബ് പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറഞ്ഞുതരാം ഈ എക്സാമിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ, അതായത് IEO എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡ് മാത്രമുള്ള ഒരു എക്സാം അല്ല. അതായത് ഇലക്ട്രിക്കൽ മാത്രമല്ല, മെക്കാനിക്കൽ മാത്രമല്ല, സിവിൽ മാത്രമല്ല, എല്ലാ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ IEO ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇലക്ട്രിക്കലിൽ എത്ര വലിയ കണ്ടന്റ് ഉള്ള ആളാണെങ്കിലും, നിങ്ങൾ മെക്കാനിക്കലിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളാണെങ്കിൽ, നിങ്ങൾ ഇലക്ട്രോണിക്സിലെ എന്താ പറയുക മാസ്റ്റർ ആണെന്ന് വിചാരിക്കുക, എന്നാലും നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ മറ്റ് ബ്രാഞ്ചസിലുള്ള ടോപ്പിക് കൂടി പഠിക്കണം. സോ എൻട്രി ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എൻട്രി ആപ്പിൽ എല്ലാ എന്താ പറയുക കോർ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ എൻട്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റു ബ്രാഞ്ചസിലെ ടോപ്പിക്ക് പഠിക്കുക ഒരു എഫേർട്ട് ആയിരിക്കില്ല. അത് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മൾ എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിനേഷനിൽ മികച്ച വിജയം തന്നെ കരസ്ഥമാക്കാം. സോ ഈ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻട്രിയോടൊപ്പം ജോയിൻ ചെയ്യാം. എൻട്രിയുടെ ഒരു ഗോൾഡ് ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിക്കും.